പ്രിയരെ, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നം തുടങ്ങിയിട്ട് വർഷങ്ങളായി, 4 വർഷത്തിൽ കൂടുതലായി. അതിനു മുമ്പ് ഭൂമി കുംഭകോണ പ്രശ്നം തുടങ്ങിയതാണ്. ഈ അതിരൂപതയിൽ ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി വത്തിക്കാന്റെ അനുവാദത്തോടുകൂടി, സിനഡിന്റെ അംഗീകാരത്തോടുകൂടി ഇപ്പൊ നിലവിലുള്ള മേജർ ആർച്ച് ബിഷപ്പും മെത്രാപ്പോലീത്തൻ വികാരിയും പരിശ്രമം തുടങ്ങുകയാണ്. വിവിധ തലങ്ങളിലായി അനവധി ചർച്ചകൾ നടന്നു. എറണാകുളത്തിന്റെ ആവശ്യം ജനാഭിമുഖ കുർബാന സാധുവായി അനുവദിച്ചു കിട്ടണമെന്നുള്ളതാണ്. അതിന് ഒരു താൽക്കാലിക ഒരു വെടിനിർത്തൽ എന്നുള്ള നിലയിൽ ഇരു കൂട്ടരും തമ്മിൽ ഒരു ധാരണയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ധാരണയെക്കുറിച്ച് സംസാരം തുടങ്ങിയിട്ട് തന്നെ മാസങ്ങളോളമായി. പല ഘട്ടങ്ങളിൽ ചർച്ചകൾ നടന്നു. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ 5-ാം തീയതി വൈദിക സമിതി വിളിച്ചു ചേർത്ത് അവിടെയും ചർച്ചകൾ നടത്തി. അതിനെ തുടർന്നുണ്ടായ ചർച്ചകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വൈദിക സമ്മേളനം വിളിച്ചിരിക്കുന്നു. വരുന്ന ഈ 19-ാം തീയതി വൈദിക സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ ഇത്തരമൊരു പരിഹാരം ഉണ്ടാകരുത് എന്ന ആഗ്രഹത്തോടുകൂടി ചിലർ പ്രവർത്തിക്കുന്നു എന്നറിയുന്നത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. അത് പ്രവർത്തിക്കുന്നത് ഈ സിനഡിനകത്ത് നിന്നുള്ളവരാണ് എന്നറിയുമ്പോഴാണ് അതിന്റെ പ്രത്യേകത മനസ്സിലാവുന്നത്. സീറോ മലബാർ സഭയുടെ സിനഡിനകത്ത് സിനഡ് അംഗീകരിച്ച ഫോർമുല, വത്തിക്കാൻ അംഗീകരിച്ച ഒരു ഫോർമുല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനെ എതിർക്കുന്നത് സിനഡിനകത്ത് തന്നെയുള്ള ചില ബിഷപ്പുമാരാണ് എന്നറിയുമ്പോൾ എങ്ങനെയാണ് ഈ ബിഷപ്പുമാരെ നമ്മൾ വിശ്വാസത്തിലെടുക്കുക? കഴിഞ്ഞ 5-ാം തീയതി നടന്ന ചർച്ചകൾക്ക് ശേഷം മേജർ ആർച്ച് ബിഷപ്പ് ഇത്തരമൊരു പരിഹാരത്തെക്കുറിച്ച് നമ്മൾ പരിശ്രമിക്കുകയാണെന്നും ആ പരിഹാര മാർഗങ്ങൾ ഏതാണ്ട് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ തക്ക വിധത്തിലുള്ള ചില നടപടികൾ ഉണ്ടായിരിക്കുന്നുവെന്നും മെത്രാന്മാർ മാത്രമുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു കുറിപ്പിട്ടതായിട്ടാണ് അറിയുന്നത്. ആ കുറിപ്പിനെ പിന്തുണച്ച് ഏതാനും മെത്രാന്മാർ വന്നപ്പോൾ ഭാഗ്യത്തിന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള ഒരു മെത്രാനും ആ കുറിപ്പിനെ പിന്തുണച്ചില്ല എന്നുള്ളതും കൂടി അത്ഭുതകരമാണ്. അതും പറയാതിരിക്കാനാവില്ല. ഈ അതിരൂപതയിൽ ജനിച്ചു വളർന്ന് ഇതേ വിശ്വാസത്തിൽ ജീവിക്കുന്ന അനേകം മെത്രാന്മാരുണ്ടല്ലോ, ഒരു 5-6 പേരെങ്കിലും ഉണ്ടല്ലോ ഇപ്പത്തെ ലൈവായിട്ടുള്ളൂ. അവരാരും അതിന് കുറിപ്പിന് പിന്തുണച്ചില്ല. വേറെ കുറെ പേർ അതിന് പിന്തുണച്ചു പോലും. അത് പിന്തുണച്ചു കഴിഞ്ഞപ്പോ ചങ്ങനാശ്ശേരിയിലും പാലയിലുമുള്ള മെത്രാന്മാർ അതിനെ എതിർത്തു. എന്തുകൊണ്ടാണ് എതിർത്തത്? അവർക്കെന്താണ് ഇവിടെ കാര്യം? സീറോ മലബാർ സഭാ സിനഡ് കൂടി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നം പരിഹരിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിനെയും മെത്രാപ്പൊലീത്തൻ വികാരിയെയും ചുമതലപ്പെടുത്തി. അങ്ങനെയെങ്കിൽ അവർ പരിഹരിച്ചോട്ടെ എന്നങ്ങ് വിചാരിച്ചാൽ പോരെ. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരു കാര്യത്തിൽ പാമ്പ്ളാനി മെത്രാൻ ഇടപെട്ട് അതങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിക്കാരെന്തു പറയും? അല്ലെങ്കിൽ പാലാ രൂപതയിലെ ഒരു കാര്യത്തിൽ പാമ്പ്ളാനി മെത്രാൻ ഇടപെട്ടിട്ട് അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പാലാ രൂപത മെത്രാൻ സമ്മതിക്കൂ? പാലയിലുള്ള വൈദികർ സമ്മതിക്കൂ? അപ്പൊ ഈ എറണാകുളം എന്ന് പറയുന്നത് ഒരു ചക്രക്കുടമാണ്. കാഞ്ഞിരപ്പള്ളിയിൽ ഇരിക്കുന്നവനും കൈയിട്ട് വാരാം, പാലയിലിരിക്കുന്നയാൾക്കും കൈയിട്ട് വാരാം, തൃശ്ശൂരിരിക്കുന്നയാൾക്കും കൈയിട്ട് വാരാം. അങ്ങനെ ആർക്കും എല്ലാ സമയത്തും കൈയിട്ട് വാരാവുന്ന ഒരു സാധനമായി എറണാകുളത്തെ ഈ ബിഷപ്പുമാർ കരുതിയിട്ടുണ്ട്. ഈ സിനഡിലെ മെത്രാന്മാരെല്ലാവരും കൂടി ചേർന്നല്ലേ പ്രശ്നപരിഹാരത്തിന് ഇവരെ രണ്ടുപേരെയും ചുമതലപ്പെടുത്തിയത്? അപ്പോൾ അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കേണ്ടതല്ലേ? ഇവരാരാണ് ഇതിനകത്ത് കയറി ഇത്ര വലിയ ഇടപെടൽ നടത്താൻ? എറണാകുളത്ത് ബസിലിക്കയുടെ മുമ്പിൽ നിത്യാരാധന ചാപ്പൽ അടച്ചുകെട്ടി. ആ ചാപ്പലിനകത്ത് നിത്യാരാധന ഇല്ല. ഇപ്പൊ അവിടെ ഒരു സമരകേന്ദ്രം മാത്രമാണ്. ഏതാനും പേർ അവിടെ സമരം ഇരിക്കുന്നുണ്ട്.
ആ സമരമിരിക്കുന്നവരിൽ പ്രധാനിയായ, അതായത് ഇവിടത്തെ എല്ലാ സമാധാന ശ്രമങ്ങളെയും തകർക്കാൻ വേണ്ടി ബിഷപ്പുമാർ കണ്ടെത്തിയിരിക്കുന്ന തുറുപ്പുചീട്ട് എന്ന് പറയുന്നത് മത്തായി മുദ്രേന്തി എന്ന് പറയുന്ന ഒരു വക്കീലാണ്. മത്തായി മുദ്രേന്തി ഏത് സമയത്തും പോലീസ് വലയിലാകാൻ സാധ്യതയുള്ള ഒരു വക്കീലും കൂടിയാണ്. ആ വക്കീലിന്റെ വീട്ടിൽ ആളുകളെ വിളിച്ചു വരുത്തി സൽക്കാരം നടത്തി തീരുമാനിച്ചാണ് ചില സമരങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. അത് ആ വക്കീലിന്റെ ഇഷ്ടമാണ്, അതങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഈ വക്കീലിനെയും 4-5 പേരെയും വിളിച്ച് ഈ സമരം ആസൂത്രണം ചെയ്യാൻ ആൻഡ്രൂസ് മെത്രാൻ എന്തിനാണ് തൃശൂരിലേക്ക് വിളിച്ചത്? തൃശൂരിൽ ആൻഡ്രൂസ് മെത്രാന്റെ നേതൃത്വത്തിൽ ഇത്തരം ചർച്ചകൾ നടന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? ആൻഡ്രൂസ് മെത്രാനൊപ്പമുള്ള ഒരു പെർമനന്റ് സിനഡ് അംഗമല്ലേ ഈ പാമ്പ്ളാനി മെത്രാൻ? ആൻഡ്രൂസ് മെത്രാന്റെ മുകളിലുള്ള മേജർ ആർച്ച് ബിഷപ്പ് അല്ലേ ഈ റാഫേൽ തട്ടിൽ മെത്രാൻ? എന്നിട്ടും നിങ്ങൾ എന്തിനാണ് അവരുടെ ശ്രമങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ഈ പറയുന്ന മെത്രാന്മാരുടെ കൊയിനോനിയ ഇതിനകത്തില്ലേ? ഈ മെത്രാന്മാരുടെ ഒരു കൊയിനോനിയ ഉണ്ടെന്നൊക്കെ നിങ്ങൾ ഇടക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, അതിവിടെ കാണുന്നില്ലല്ലോ. എന്തിയെ കാണാതെ? എന്തുകൊണ്ടാണ് ആൻഡ്രൂസ് മെത്രാനും ചങ്ങനാശ്ശേരിയിലെ തറയിൽ മെത്രാനും പാലയിലെ കല്ലറങ്ങാട്ട് മെത്രാനും ഒക്കെ എറണാകുളത്തിന്റെ കാര്യത്തിൽ ഇത്ര വലിയ താല്പര്യം എന്താണ്? എറണാകുളത്തെ കുർബാന വിഷയം കത്തോലിക്ക വിശ്വാസത്തിന് അധിഷ്ഠിതമായ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങുകയാണ്. അതൊരു ക്രിസ്റ്റോളജിക്കൽ എഗ്രിമെന്റ് ആണ്. അത്തരമൊരു എഗ്രിമെന്റിനെ നിങ്ങൾ തുരങ്കം വയ്ക്കുന്നത് എന്തിനാണ്? ലോകത്തെല്ലായിടത്തും വിവിധ ആരാധനാ രീതികൾ എല്ലാ സഭകളും അംഗീകരിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയിൽ വത്തിക്കാന്റെ നേരിട്ടുള്ള കീഴിലുള്ള രൂപതയിൽ പോലും 2 തരം ആരാധനാക്രമങ്ങളുണ്ട്. സീറോ മലബാർ സഭയിൽ കോട്ടയം രൂപതയിൽ തന്നെ 2 തരം ആരാധനാക്രമമുണ്ട്. സീറോ മലബാർ സഭയിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലും പാലയിലും കാഞ്ഞിരപ്പള്ളിയിലുമുള്ള ഇടവക പള്ളികളിൽ കർട്ടനിട്ട് മറച്ചിരിക്കുന്നത് ഏത് ആരാധനാക്രമത്തിന്റെ രീതിയിലാണ്? അവിടെ പലയിടത്ത് ഈ രാക്കുളിപ്പാട്ടും താമരക്കുരിശിന്റെ ആരാധനയും താമരക്കുരിശ് കഴുകി വെള്ളം കുടിക്കുന്നതും ഒക്കെ നിങ്ങൾ ചെയ്യാറില്ലേ? അത് ഏത് ആരാധനാക്രമത്തിന്റെ രീതിയിലാണ്? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരാധനകൾ നടത്താം. എറണാകുളം അങ്കമാലി അതിരൂപത പരമ്പരാഗതമായി സീറോ മലബാർ സഭ ഉണ്ടാകുന്നതിന് മുമ്പ് ജനാഭിമുഖ കുർബാനയുടെ വക്താക്കളായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപത. സീറോ മലബാർ സഭ എന്നൊരു സംവിധാനം ഉണ്ടല്ലോ, ഈ സിനഡ് 10-30 കൊല്ലം മുമ്പ് മാത്രമുണ്ടായ ഈ സിനഡ് ഉണ്ടല്ലോ, ആ സിനഡ് രൂപം കൊള്ളുന്നതിന് മുമ്പേ എറണാകുളം അങ്കമാലി അതിരൂപത ജനാഭിമുഖ കുർബാനയ്ക്കൊപ്പമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഞങ്ങളുടെ ആ അവകാശത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ നടത്തുന്ന ഈ പോരാട്ടത്തിൽ അല്പമെങ്കിലും സത്യസന്ധതയുണ്ടായിരുന്നെങ്കിൽ, അല്പമെങ്കിലും ക്രിസ്തീയതയുണ്ടായിരുന്നെങ്കിൽ ഈ ബിഷപ്പുമാർ എറണാകുളത്തെ വിശ്വാസികളെയും വൈദികരെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവരങ്ങനെ ചെല്ലട്ടെ, അവരും ഞങ്ങളുടെ ഭാഗമാണ് എന്ന് ചിന്തിക്കുകയായിരുന്നില്ലേ വേണ്ടത്? എന്നിട്ട് ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ പോലും നിങ്ങൾ അവർക്കെതിരെ, അതിന് പരിശ്രമിക്കുന്ന ബിഷപ്പുമാർക്കെതിരെ ബഹളമുണ്ടാക്കുന്നത് എത്ര മ്ലേച്ഛമാണ്! നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 1999 ഇത്തരമൊരു പരിഹാരമുണ്ടായപ്പോ അന്ന് ആ ബിഷപ്പുമാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് അവരെടുത്ത തീരുമാനം എന്താണ്? സീറോ മലബാർ സഭയിൽ 3 തരം ആരാധനാ രീതികളുണ്ട്. ഈ 3 ആരാധനാ രീതികളും സാധുവായി അവർ നടത്തിക്കൊണ്ട് പോകട്ടെ എന്നല്ല അവർ തീരുമാനിച്ചത്. നിങ്ങൾക്കെന്താണ് 1999-ലും 2000-ലും സിനഡിലുണ്ടായിരുന്ന ബിഷപ്പുമാരുടെ അത്രയും വിശാല മനസ്കത, അത്രയും ക്രിസ്തീയത, അത്രയും സഭാത്മകത
എന്തുകൊണ്ടാണ് ഇന്നത്തെ ബിഷപ്പുമാർക്ക് ഇല്ലാതെ പോകുന്നത്? നിങ്ങൾ എന്തിന് അസ്വസ്ഥമാകണം? തറയിൽ മെത്രാനും കല്ലറങ്ങാട്ട് മെത്രാനും ആൻഡ്രൂസ് മെത്രാനും എന്തിന് അസ്വസ്ഥമാകണം? എന്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ മേൽ കുതിര കയറുന്നത്? നിങ്ങളിലുള്ള ക്രിസ്തീയത പൂർണ്ണമായും നശിച്ചുപോയോ? നിങ്ങളിലുള്ള സഭാത്മകത പൂർണ്ണമായും നശിച്ചുപോയോ? നിങ്ങൾക്കെന്തുകൊണ്ടാണ് നിങ്ങളുടെ പൂർവ്വകാല ബിഷപ്പുമാരുടെ ചരിത്രം പഠിക്കാനാവാത്തത്? നിങ്ങളുടെ പൂർവ്വകാല ബിഷപ്പുമാരുടെ ഹൃദയവിശാലത, ആത്മീയത നിങ്ങൾക്കില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളാണ് ആലോചിച്ച് ഉത്തരം പറയേണ്ടത്. ഒന്ന് പറയാം, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും ആത്മായ മുന്നേറ്റവും എന്തിനും സജ്ജമായി നിൽക്കുകയാണ്. എന്തിനും വേണ്ടി വന്നാൽ പിരിഞ്ഞ് 2 സഭയാകണമെങ്കിൽ അതിനും തയ്യാറാണ്. അല്ല, കത്തോലിക്ക സഭയുടെ സ്വാഭാവിക രീതി അനുസരിച്ച് ചേർത്ത് നിർത്താനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അതിനും തയ്യാറാണ്. പക്ഷേ ഈ ഒളിഞ്ഞിരുന്നുള്ള ആക്രമണം ഉണ്ടല്ലോ, അത് ഞങ്ങൾ സഹിക്കാനാണ്. അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പാണ്, ഇതൊരു അവസാനവട്ട പരിശ്രമമാണ്. ഇതിനകത്ത് വീണ്ടും ബിഷപ്പുമാർ അനാവശ്യമായ ഇടപെടലുകൾ നടത്തി ഇതിന് തുരങ്കം വയ്ക്കാനാണ് ശ്രമമെങ്കിൽ നിങ്ങൾ അതിന് കൊടുക്കേണ്ട വില വലുതായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എറണാകുളത്തെ ദൈവജനവും വൈദികരും ഒറ്റയ്ക്കല്ല, ഒറ്റക്കെട്ടാണ്, ഒരുമിച്ച്. താങ്ക് യു.